സാറേ, കരുണാകരന്റെ മകൾ ഇപ്പോൾ ബി.ജെ.പിയുടെ നേതാവ് ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്. ശശി തരൂരിനെ ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. തനിക്ക് എന്ത് അവഗണനയാണോ ബി.ജെ.പിയിൽ ഉണ്ടായിരുന്നത്, അതിന് സമാനമായ ഒരു അവഗണനയാണ് ശശി തരൂരിന് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് ബി.ജെ.പിയിലേക്ക് സ്വാഗതം. ഈ പുഴയുടെ രണ്ട് കരയിലിരുന്നുകൊണ്ട് രണ്ടാൾക്കാർ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുക തരൂരിന് വേണ്ടിയിട്ട്. CPM-ഉം ബി.ജെ.പിയും. ബി.ജെ.പി പോകുന്നില്ല എന്നാണ് തരൂർ പറഞ്ഞിരിക്കുന്നത്. CPM-ലേക്ക് പോകില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാം, CPM-ലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിന് വലിയ ആഗ്രഹങ്ങളുണ്ടല്ലോ. അല്ല, കേരളത്തിൽ എന്ന ഒരു ചെറിയ സംസ്ഥാനത്തിൽ ചുരുങ്ങി നിൽക്കാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിക്കില്ല. അതെ, അല്ല, പിന്നെ വലിയ വിശ്വപൗരൻ എന്നുള്ള മേൽവിലാസമാണല്ലോ തരൂരിനുള്ളത്. അതുകൊണ്ട് ആ തരത്തിലൊക്കെ അറിയപ്പെട്ടു. ഇനി എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനമാണ് കാണുന്നത്. അതിൽ കുറഞ്ഞ് വേറൊന്നില്ല. ഇനി അല്ലാതെ ഒരു ഉപമുഖ്യമന്ത്രി അങ്ങനെയൊക്കെ വരുമോ? ചിലർ പറയുകയുണ്ടായി ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കുഞ്ഞാലിക്കുട്ടി തരൂര് ഉപമുഖ്യമന്ത്രി. അങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലീഗിൻ്റെ താഴെ ഉപമുഖ്യമന്ത്രിയായിട്ട് പോകുന്ന ഒരാളായിരിക്കത്തില്ല തരൂർ. അത് മുഖ്യമന്ത്രിയാകുന്ന ചില കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ KPCCയുടെ യോഗങ്ങളിൽ പോകുമ്പോൾ ശശി തരൂരിനെ കാണാറില്ല. അപ്പോൾ ചോദിക്കുക, എന്തുകൊണ്ടാണ് ശശി തരൂർ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ വിളിച്ചിട്ടില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. അങ്ങനെ തുടർച്ചയായി തന്നെ ശശി തരൂരിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അവഗണനയാണ്. അങ്ങനെ ഒരു അവഗണിക്കപ്പെടുന്ന നേതാവിന് ഇത്തരം മുഖ്യമന്ത്രിയിലെ സ്വപ്നം കാണാനുള്ള അവകാശമുണ്ടോ? അങ്ങനെ നടക്കുമോ? സ്വപ്നം കാണാമല്ലോ. പക്ഷേ അതിനറിയാം കോൺഗ്രസ്സുകാരിവിടെ എന്തായാലും അനുവദിക്കാൻ പോകുന്നില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യനാണ്, അതൊക്കെ വേറെ കാര്യം. പക്ഷേ കോൺഗ്രസ്സുകാർ ഇതിന് അനുവദിക്കത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. ഹൈക്കമാൻഡിൽ നിന്ന് അനുവദിക്കുമോ? ഇല്ല. അവിടെ KC വേണുഗോപാൽ ഇരിക്കുകയല്ലേ. ഇവിടെ ഉള്ള VD സതീശനെയും ചെന്നിത്തലയെയും വെട്ടിയിട്ട് വരാനിരിക്കുമ്പോഴാണോ തരൂർ പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം മാത്രം കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. തരൂരിനൊരു ചെറിയ ഒരിളക്കം ഉണ്ടാക്കാൻ കഴിയും എന്ന് തരൂർ തന്നെ കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം യുവാക്കളുടെ ഇടയിൽ പക്ഷേ ഈ ഇളക്കം കൂടി പോയിട്ടില്ലേ? കാരണം പാർട്ടിയിലെ നേതാക്കളെല്ലാം ഇദ്ദേഹത്തിനെതിരെ നിരന്തര വിമർശനം ഉന്നയിക്കുന്നു. അണികൾക്കിടയിൽ തന്നെ ഇദ്ദേഹം ഒരു കോൺഗ്രസ് വിരുദ്ധനായി മാറിയിട്ടില്ല. അതിപ്പോൾ കോൺഗ്രസ്സിലെല്ലാവരും തന്നെ കോൺഗ്രസ് വിരുദ്ധരായിട്ടുള്ളവരാണല്ലോ ഉള്ളത്. ഇപ്പോൾ PJ കുര്യൻ പറഞ്ഞിട്ടുണ്ട് തരൂരിന് എല്ലാ തരത്തിലുള്ള സ്ഥാനമാനങ്ങളും കൊടുത്തിട്ടുണ്ടാകാം. PJ കുര്യന് കിട്ടിയിട്ടില്ലേ? KV തോമസിന് കിട്ടിയിട്ടും ആർത്തി തീരാത്തത് കൊണ്ട് എന്ത് ചെയ്തു? CPM-ലേക്ക് പോയി. ഇപ്പോഴെന്താണ്? കോൺഗ്രസിൽ നിന്ന് കിട്ടിയതിനേക്കാൾ 10 മടങ്ങ് ആനുകൂല്യങ്ങളും പദവിയോടും കൂടി രാജ്യ തലസ്ഥാനത്ത് വിലസുകയാണ് ചെയ്യുന്നത്. പിന്നെന്താണ്? ഇപ്പം തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തരൂരിനെ ഇത്രയും നാളായിട്ട് എന്താ കോൺഗ്രസ് പാർട്ടി നിലയ്ക്ക് നിർത്താത്തത്? വേറെ ഏതെങ്കിലും ഒരാളെ ആയിരുന്നുവെങ്കിൽ ആ ലേഖനവും പിൻവലിച്ച് മാപ്പ് പറഞ്ഞേനെ. രാഹുൽ ഗാന്ധിയെ കാണാനായിട്ട് പോയി. ഈ ഒരിക്കൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ടല്ലോ തരൂരിനെ. ആ തരൂരിനെ പിന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധിയെ കാണാനെന്നും പറഞ്ഞാണ് വിളിപ്പിച്ചത് ഡൽഹിയിലേക്ക്. അവിടെ കാർഗെ ഉണ്ടായിരുന്നു. പക്ഷെ കാർഗെ ഉണ്ടായിട്ടും ആരാണ് കാര്യങ്ങൾ മുഴുവൻ സംസാരിച്ചത്? രാഹുൽ ഗാന്ധിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം രാഹുലാണ് പാർട്ടിയെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്, കാർഗെ അല്ല. അത് മുമ്പേ അറിയാവുന്ന കാര്യം തന്നെയാണ്. കാർഗെ എന്ന് പറയുന്നത് വെറും ഒരു ബൊമ്മ മാത്രമാണ്, പാർട്ടിയിലല്ലാതെ വേറൊന്നുമില്ല. അറിയാമല്ലോ, നമുക്ക് ഈ രാജസ്ഥാനിലെ മുഖ്യമന്ത്രി ആയിരുന്ന ഗെലോട്ടിനെയാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചത്. അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനേക്കാൾ വലുതായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം കാണുന്നു. രണ്ടും കൂടി വേണേ കൊണ്ടുപോകുക, നടക്കത്തില്ല. അങ്ങനെയാണ് അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ച് പോയപ്പോഴാണ് കാർഗയെ കൊണ്ടുവന്നതും കാർഗയ്ക്കെതിരെ തരൂര് വന്നതും. തരൂര് നേടിയ വോട്ട് പാർട്ടി മുഴുവൻ ഞെട്ടിപ്പിച്ചില്ലേ? ആ ഒരു പ്രതീക്ഷ തരൂരിനുള്ളത് കൊണ്ടാണ്. പിന്നെ അദ്ദേഹം കേരളം മുഴുവൻ ഒരു പര്യടനം നടത്തി. പാണക്കാട്ടും പെരുന്നയിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരം. ലീഗ് ഒരു ചെറിയ തരൂരുമായിട്ടൊരു ഇണക്കത്തിൽ കൂടിയാണ്. അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടിയാണ്? അവർക്ക് അധികാരം വേണം. അതിന് രാഷ്ട്രീയ സമവാക്യങ്ങളിൽ എന്തെങ്കിലും രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തന്നെ ആവശ്യമുണ്ട്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ
സ്ഥാപനങ്ങളുടെ എല്ലാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം LDF നിലനിർത്തുകയാണ് പല സീറ്റുകളും. BJPക്ക് വളരാൻ കഴിയുന്നില്ല. കോൺഗ്രസിന് എന്തോ 2 സീറ്റ് കൂടുതൽ കിട്ടിയെന്ന് പറയുന്നു. എന്നാലും ഇത്രയും വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോഴേക്കും ഈ CPM-നെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലല്ലോ. കോൺഗ്രസിന് വലിയ പരാജയമാണ് സംഭവിച്ചത്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റിൽ SDPI കയറിപ്പോയി. പിന്നെ പാങ്ങോട് ഭാഗത്ത്, കല്ലറ പാങ്ങോട് ഭാഗത്താണ്. അതൊക്കെ പിന്നെ അവർക്കുണ്ടാക്കിയിട്ടുള്ള ക്ഷീണമല്ലേ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ തന്നെ വലിയ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരല്ലേ, പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാടും. ഇപ്പം എന്ത് പറ്റിയത്? അതുപോലെ ചേലക്കരയിൽ അവർക്ക് നല്ല സ്ഥാനാർത്ഥിയെ കൊടുത്തിരുന്നുവെങ്കിൽ LDF-ന് തിരിച്ചടി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമായിരുന്നു. പാർട്ടിയിൽ നേതൃപ്രതിസന്ധി നന്നായിട്ട് നിൽക്കുന്നു. അതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. ഈ പല സീറ്റുകളിലും വിജയിച്ചു എന്ന് പറയുമ്പോഴും CPM-ൽ നിന്ന് ഒന്നും പിടിച്ചെടുക്കാൻ കഴിയുന്നില്ലല്ലോ. കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പുതുപ്പള്ളിയിലെ വിജയം എന്നൊക്കെ പറയുന്നത്, പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയാണ് വിജയിച്ചത് എന്നാണ്. ചാണ്ടി ഉമ്മൻ നിർത്തി എന്ന് പറഞ്ഞാലും ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ വോട്ടാണ്. ഇനി ഒരു പക്ഷേ ആ വോട്ട് അത്രയും കിട്ടണമെന്നും ഇല്ല 2026 വരുമ്പോൾ. അത് ചാണ്ടി ഉമ്മൻ്റെ പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കും. അന്നേരത്തെ തരംഗം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി മനസ്സിൽ നിൽക്കുമ്പോഴാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തൃക്കാക്കരയിലെ PT തോമസിനോടുള്ള ഒരു ബഹുമാനമുണ്ട്. പിന്നെ പാലക്കാട് ഉണ്ടായിരുന്ന ഷാഫി പറമ്പിലും പുതിയ ഒരു നിരയാണ് ഇങ്ങോട്ട് വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താ, ഇവർ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഇവർ ഈ ഒരു കോൺഗ്രസ്സുകാരെ ഒരു ഭരണവിരുദ്ധ വികാരം ശരിക്കും മുതലെടുക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല. കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവർ ഈ ശീതീകരിച്ച മുറിയിലിരുന്ന് മാത്രം കാര്യങ്ങൾ ചർച്ച ചെയ്തു പോകുന്നു. പുറം ലോകത്തേക്ക് ഇറങ്ങി ജനങ്ങളുമായിട്ട് പങ്കാളിത്തമില്ല. ക്ഷേമ പെൻഷൻ കുടിശ്ശിക, മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല. മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ചർച്ചയും നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ചർച്ച മാത്രം നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളത് ഉയർത്തിക്കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാ ഇനിയിപ്പോഴും അടുത്ത തെരഞ്ഞെടുപ്പിലും LDF-ൻ്റെ അല്ലെങ്കിൽ CPM-നെ നയിക്കുന്നത് ആര്? പിണറായി വിജയൻ തന്നെയാണ്. കാരണം അടുത്ത് നയിക്കേണ്ടവരെ ഒക്കെ തന്നെ വെട്ടി നിരത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ പിണറായി തന്നെ നയിക്കും എന്നുള്ളതാണ്. ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ളത് ചിലപ്പോൾ നമുക്ക് അത് കാത്തിരിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂര് കാണുന്ന സ്വപ്നം, തരൂർ ഇപ്പോൾ മുമ്പോട്ട് വച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊന്നും പാർട്ടി അങ്ങോട്ട് വേണ്ട തരത്തിൽ എടുക്കത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇത്ര നാളായിട്ട് എന്താ തരൂരിന് മേലൊരു നടപടി എടുക്കാത്തത്? വേറെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നുവെങ്കിൽ നടപടി ഉണ്ടാകത്തില്ലായിരുന്നു. ഒന്നുകിൽ പാർട്ടിക്ക് സ്വയം പുറത്തു പോകുമായിരുന്നു, അല്ലെങ്കിൽ പുറത്താക്കുമായിരുന്നു. ഇവിടെ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തരൂർ ശരിയാണ്. അല്ല, സാർ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പാർട്ടികൾ ചൂണ്ടയുമായിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പാർട്ടി പുറത്താക്കിയാൽ അദ്ദേഹം ആ ചൂണ്ടയിൽ കൊത്തുമോ എന്ന ഭയമായിരിക്കുമോ പാർട്ടിക്കുള്ളത്? ആണോ? അത് കോൺഗ്രസിനുണ്ടത്. പോയി കഴിഞ്ഞാൽ ക്ഷീണമല്ലേ കോൺഗ്രസിന്. ഇപ്പോൾ BJP-യിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നല്ല ഓഫർ ഉണ്ടെങ്കിലേ തരൂർ പോകത്തുള്ളൂ, ഇല്ലാതെ പോകത്തില്ല. വെറും തിരുവനന്തപുരത്തിൻ്റെ MP ആയിട്ട് തന്നെ തുടരാനാണെന്നുണ്ടെങ്കിൽ തരൂർ പോകത്തില്ല. സഹമന്ത്രിയും എന്നുള്ളത് തരൂർ ആഗ്രഹിക്കുന്നില്ല. വിദേശകാര്യമാണോ എടുത്തു കൊടുക്കുന്നതെന്ന് ചിലർ സംശയിക്കുന്നുണ്ട്. ജയശങ്കർ എന്ന് പറയുന്ന ആ മഹാനുഭാവൻ അവിടെ ഇരിക്കുമ്പോൾ ഈ തരൂരിനാണോ എടുത്തു കൊടുക്കുന്നത്? തരൂരല്ലാതെ വിശ്വപൗരനായിരിക്കാം, UN-ലൊക്കെ വലിയ അറിയപ്പെടുന്ന ആളായിട്ട് മാറി. അതുകൊണ്ടൊന്നും എടുത്തു കൊടുക്കണമെന്നൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ കിട്ടിയാൽ തരൂർ പോകും. തരൂർ സ്ഥാനം ആഗ്രഹിക്കുന്ന ആളാണ്. അങ്ങനെ അതിലൂടെ ജനങ്ങളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു അധികാര സുഖം അനുഭവിക്കുന്ന ആൾ തന്നെയാണ്. ഇപ്പം 4 തവണ മത്സരിച്ചു. ഇനി എന്തായാലും തരൂരിനറിയാം പാർലമെന്റ് മണ്ഡലം ഇനി തിരുവനന്തപുരം തന്നെ എടുക്കത്തില്ല. ഈ പത്മജയുടെ ഈ ക്ഷണത്തിൽ ഭാവി രാഷ്ട്രീയത്തിലെങ്കിലും ഈ മുരളീധരനും ശശി തരൂരെല്ലാം BJP-യിലേക്ക് വരുമോ? മുരളീധരന് അത് കോൺഗ്രസിൻ്റെ ഒരു ഭാവി അല്പം കൂടെ സമയം വേണം തീർച്ചപ്പെടുത്താൻ. ഈ വർഷത്തെ തദ്ദേശം, അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ മാത്രമേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭാവി നമുക്ക് തീർച്ചപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഇതിൻ്റെ ഒരു അങ്ങേയറ്റം നിൽക്കുകയാണ്. ഇതിനകത്തൊരു പരിസമാപ്തി ഉണ്ടാകും. അങ്ങനെ ഒരു വലിയ നാശത്തിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൽ നിന്ന് കൂട്ടത്തോടെ BJP-യിലേക്കുള്ള പോക്കായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ഉറപ്പാണ്. ചെന്നിത്തല ഉൾപ്പെടെ
കാരണം ചെന്നിത്തല 2026 എത്തുമ്പോഴത്തേനും വയസ്സ് 10-70 ആകും. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കാത്തിരിക്കണം, നടക്കത്തില്ല. മുഖ്യമന്ത്രി പദവി ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളാണ് വി ഡി സതീശൻ. ഇനി സമയമുണ്ട്. വി ഡി സതീശൻ ജൂനിയറാണ് അല്ലേ? പിന്നെ ഇവരെ രണ്ടുപേരെയും വെട്ടി കെ സി എങ്ങനെ വരുമെന്നുള്ളത് വയ്ക്കും. പക്ഷേ ചെന്നിത്തലയാണ് ഈ പറയുന്നത് പോലെ എന്തുകൊണ്ടും അതിൻ്റെ സീനിയോറിറ്റി കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ യോഗ്യനും അതിൻ്റെ മുൻഗണന നൽകേണ്ടതുമായ ആള്. അത് കിട്ടാതെ വരുമ്പോൾ ഇത്തവണ വലിയ പ്രശ്നമാണ്. കോൺഗ്രസിൻ്റെ ഭാവി ഇവിടെ തീർച്ചപ്പെടുത്തുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.